അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീകരണം, നമ്മുടെ ഒരു നന്ദി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഈ ഒരു മൊമെൻ്റ് സ്വീകരിക്കണം. ADM-ന് ദേവിക മേഡത്തിന് ഞങ്ങളുടെ പ്രസിഡൻ്റ് അത് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 30-ാം തീയതി രാത്രി ഏകദേശം 2 മണിയോടെയാണ് നമ്മുടെ മേപ്പാടി പഞ്ചായത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. എല്ലാവരും പകച്ചു നിന്ന ഒരവസരത്തിൽ പല കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിനും എല്ലാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നും വളരെ നല്ല രീതിയിലുള്ള സഹായങ്ങളാണ് നമുക്ക് കിട്ടിയിരുന്നത്. രക്ഷാപ്രവർത്തനത്തിലായാലും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒത്തൊരുമിച്ച്, പോരാത്തതിന് നമ്മുടെ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എല്ലാവരും വളരെ നന്നായി തന്നെ ജില്ലാ ഭരണകൂടത്തിൽ സഹായിച്ചു. നോഡൽ ഓഫീസർ സിത്താര മാമാണ് വളരെ നന്നായി തന്നെ നമ്മോട് സഹകരിച്ചൊരു മാമാണ്. മാമിനുള്ളത് കൈമാറുന്നു. മറക്കാൻ പറ്റാത്തതാണ്. കാരണം ദുരന്തമുഖത്ത് നമ്മളെന്നും അവരുടെ ഷെൽട്ടറും അവരുടെ ബാക്കിയുള്ള സൗകര്യങ്ങളുമായിരുന്നു ഫസ്റ്റ് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സംഭവത്തിൽ ഫുഡ് എത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. അതിന് ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഇവരെങ്ങനെ ചെയ്യുമെന്നോ ഇല്ല, പക്ഷെ അവർ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്യും ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ ജില്ലാ ഭരണകൂടം അവരെ ഈ പരിപാടി ഏൽപ്പിക്കുകയും ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തി ഇത്രയും നന്നായി ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു. അതിനെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ നന്ദിയോടെ സ്മരിക്കുന്നു. കാരണം നമുക്കറിയാം, പലപ്പോഴും വളണ്ടിയേഴ്സിനെ നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓരോ ദിവസവും 10,000-കണക്കിന് വളണ്ടിയർ ഇന്ന് എത്ര വരുമെന്ന് ഞങ്ങൾക്ക് തലേ ദിവസം ഇവരോട് ഫുഡ് ഇത്രയെന്ന് പറയാൻ പറ്റിയൊരു അവസരമേ ആയിരുന്നില്ല. ഓരോ ദിവസവും ഞങ്ങൾ രാവിലെ പറയും, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 5,000 വേണം. ആ 5,000 ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും, 5,000 പോരാ, ആളുകൾ കൂടിയിട്ടുണ്ട്, 2,000 കൂടി കൂട്ടി 7,000 വേണമെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ആ ഒരു ഒറ്റ പോയിന്റിലേക്ക് മാത്രമായിരുന്നു വിളിച്ചു പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് രാവിലെ 6:15 മുതൽ രാവിലെ സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഞങ്ങളുടെ ഫോഴ്സ് ആണെങ്കിലും പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സന്നദ്ധ പ്രവർത്തനത്തിന് പോകുന്നത്. ഉച്ചയ്ക്ക് 11 മണി മുതൽ അവർക്കുള്ള ഭക്ഷണം കൃത്യമായി അവിടെ എത്തിക്കുമായിരുന്നു. അതിന് 24 മണിക്കും, അതുമാത്രമല്ല തിരച്ചിൽ കഴിഞ്ഞ് 5-6 മണിക്ക് തിരച്ചിൽ അവസാനിച്ച് വീട്ടിലേക്ക് പോകുന്നവർക്കും വൈകുന്നേരത്തെ ഭക്ഷണം അടക്കം കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഒരു മാതൃക തന്നെയായിരുന്നു ഇത്. കാരണം വേണമെങ്കിൽ നമുക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൃത്യമായി ഭക്ഷണമോ വെള്ളത്തിനോ ഈ ദുരന്തമുഖത്ത് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. ഞാൻ ശരിക്കും ഇന്നാണ് ഞാൻ അവിടെ കൺട്രോൾ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നാണ് ഈ കിച്ചൺ കാണുന്നത്. കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. ഒരുപാട് ആളുകൾ, ഇവിടുത്തെ നാട്ടുകാരടക്കം, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരടക്കം, ഈ പാകം ചെയ്യുന്നവരാരും കൂലിക്ക് നിർത്തിയവരുമല്ല, ഇത് മൊത്തം അവരുടെ ഓണേഴ്സാണ് എന്നുള്ള സത്യം മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. വളരെ അവർ അത്രയും എന്താ പറയുക, സ്വന്തം വീട്ടിൽ പോലും നമ്മൾ ചെയ്യാത്തത്ര രീതിയിൽ വളരെ നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് നമ്മളുടെ പട്ടാളക്കാർക്കായിക്കോട്ടെ ഫോഴ്സിനായിക്കോട്ടെ, കാരണം നമുക്ക് ഏറ്റവും ഇതിൽ നമ്മളുടെ ആരോഗ്യമാണ്. കാരണം വയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കംപ്ലൈൻറ്റും ഇന്ന് വരെ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഇല്ലാതെ നമുക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റി. പല സന്നദ്ധ പ്രവർത്തകരും നമുക്ക് കൊടുക്കാം, എല്ലാവരും വില്ലിങ് ആയിരുന്നു. പക്ഷേ നമ്മൾ അവരെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഫുഡ് സേഫ്റ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരോടൊപ്പം ചേർന്ന് നമുക്ക് അതിൻ്റെ ഇത് നല്ലതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം കൊടുക്കുക. കാരണം പല സ്ഥലത്തുനിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ ആളുകൾ വില്ലിങ് ആയിരുന്നു. പക്ഷേ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും, ഉച്ചയാകുമ്പോഴത്തേക്കും പാക്ക് ചെയ്ത് വരുമ്പോൾ അത് നാശമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കിച്ചൺ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടാകും, അതും ഈ 3 നേരവും കൊടുത്തിരുന്നത് വളരെ ചൂടുള്ള ഭക്ഷണങ്ങളായിരുന്നു. എന്തായാലും ഇത്രയും നല്ല ഇത് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനായിക്കോട്ടെ ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു ഇത്. കാരണം ഈ ദുരന്തമുഖത്ത് ഇങ്ങനെയൊരു ഭക്ഷണം എത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് നിന്നവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു മാഡം. നമ്മളെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ ആദ്യം വിളിക്കുന്നത് സന്ദീപ് സാർ. ഞങ്ങൾ ഒരുപാട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. തിരക്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ മകൻ്റെ ഏറ്റുവാങ്ങണം. പ്രിയമുള്ളവർ,
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദുരന്തമുഖത്ത് ഇങ്ങനൊരു ജനകീയ അടുക്കള ഇന്ന് 16 ദിവസം എന്നുള്ളത് 18 ദിവസമായിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെ വിശ്വസിച്ച് ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൻ്റെ പിന്തുണയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച ആ കടമ, അത് ഇവിടെ അനീഷ പറഞ്ഞതിന് 100% ഇല്ലെങ്കിലും 90% പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് വിശ്വാസം. എന്തായാലും ഇതൊരു അനുഭവമാണ്. നമുക്കറിയാം, ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിനും അതിനുശേഷം വന്ന കോവിഡ് സമയത്തൊക്കെ കേരളത്തിൽ മുഴുവൻ ജനകീയ അടുക്കള നടത്തി, അതുപോലെ തന്നെ ഒത്തിരിയേറെ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളൊരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. പക്ഷേ ഈ പോളിടെക്നിക്കിൽ, ഇവിടെ നേരത്തെ അന്വേഷിച്ച പോളിടെക്നിക്കിൽ നിന്നൊരു പുതിയ പാഠം പഠിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. എങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എങ്ങനെ ഒരു ഫോഴ്സ്, അത് ഫുഡ് ഫോഴ്സായിട്ട് എങ്ങനെ അത് പ്രവർത്തിക്കാൻ സാധിക്കും, അതിനൊരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് നമ്മുടെ കേരളത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ എന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇവിടെ ഭരണകൂടത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി. കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെള്ളാപ്പള്ളി ലൈനിൽ വനിതകൾക്ക് മാത്രമായി ക്വാളിറ്റി സർപ്ലസ് ബ്രാൻഡ് വസ്ത്രങ്ങളുടെ പുതിയ ഷോറൂം. ക്രോപ്പ് ടോപ്സ്, സ്കേർട്ട്, പാൻസ്, ഷോർട്സ്, പലാസോസ്, സ്വെറ്റ് ഷർട്ട്സ്, ഷോർട്സ്, ലോങ് ഷോർട്സ്, മിനി സ്കേർട്സ്. Trendy designs, quality materials, modern concepts, renowned brands, large collections. ലോകോത്തര സർപ്ലസ് ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ബ്രാൻഡഡ് ക്ലോത്തിങ്ങിനൊപ്പം ട്രെൻഡി ആക്സസറീസ്, ബാഗ്സ്, പേഴ്സസ്, പെർഫ്യൂംസ്, സൺഗ്ലാസസ്. Birthdays, anniversaries, marriages, college day, ആഘോഷം ഏതുമാവട്ടെ, വസ്ത്രങ്ങൾ കൊക്കൂണിൽ നിന്ന്. മികച്ച ബ്രാൻഡഡ് വിമൻസ് വെയർ വാങ്ങാൻ ഇനി മറ്റെങ്ങും പോവേണ്ടതില്ല. കൊക്കൂൺ, ഓപ്പോസിറ്റ് ജനറൽ ഹോസ്പിറ്റൽ, വെള്ളാപ്പള്ളി ലൈൻ, കോട്ടയം. ശലഭമായി പറന്നു